നമസ്കാരം. തുമ്പോളിയിൽ ഒരു ഏലിയാമ്മ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് അധ്യാപിക ഒറ്റയ്ക്കായിരുന്നു താമസം. ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് 4 മക്കളുണ്ട്. ആ മക്കൾ വിദേശത്താണ്. ആ മക്കളുടെ ഒപ്പം അവരുടെ ഹസ്ബൻഡും വിദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏലിയാമ്മയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട അവസ്ഥയുണ്ടായി. കൂട്ടത്തിൽ ഒരു വേലക്കാരിയുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുമായി ചുറ്റിപ്പറ്റി പിന്നീട് ഏലിയാമ്മയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ച ഏലിയാമ്മയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്, അതിൻ്റെ നാൾവഴികളിലേക്കും അതിൻ്റെ വിശദ വിവരങ്ങളിലേക്കുമാണ് നമുക്കിന്ന് പോകുന്നത്. അപ്പോൾ ഏലിയാമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നു. അപ്പം ഏലിയാമ്മയ്ക്ക് തൊട്ടടുത്ത വീടുകളും ഒക്കെ ആയിട്ട് നല്ല സഹകരണത്തിലാണ്. അവിടെ നിന്ന് പലരും ആ വീട്ടിലേക്ക് വരികയും കുറേ നേരം ഒരു റിട്ടയർഡ് അധ്യാപികയല്ലേ, ഒരുപാട് ശിഷ്യ സമ്പത്തൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ ഏലിയാമ്മ എന്ന് പറയുന്ന അധ്യാപിക, റിട്ടയർഡ് അധ്യാപിക. അപ്പോൾ അവിടേക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരും. അല്പസമയം ടീച്ചറുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിഞ്ഞു പോകുന്ന ഒക്കെ പതിവാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന 2010 ഓഗസ്റ്റ് മാസം 12-ാം തീയതി അപ്പം ഈ ഒരു അധ്യാപികയുടെ വീട്ടിൽ വേലക്കാരി ഇങ്ങനെ വരികയാണ്. അപ്പോൾ വേലക്കാരി വൈകുന്നേരമായി വീട്ടിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വീടൊക്കെ എന്തോ തുറന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് അകത്തേക്ക് വിളിച്ചിട്ടാണ് കയറുന്നത്. ടീച്ചറെ എന്ന് വിളിച്ചിട്ട് ഈ വേലക്കാരി വീടിനുള്ളിലേക്ക് കയറുകയാണ്. വീടിനുള്ളിലേക്ക് കയറിയ ആ വേലക്കാരി ഇത് കണ്ടപാടെ വല്ലാതെ ഞെട്ടിത്തെരിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവളായ അല്ലെങ്കിൽ നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അക്ഷരം ചൊല്ലിക്കൊടുത്ത പ്രിയപ്പെട്ട ഏലിയാമ്മ ടീച്ചർ അവിടെ വീണ് കിടക്കുന്നു. ശരീരം ആകമാനം രക്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത് കണ്ടപാടെ ഈ വേലക്കാരിക്ക് വല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അവർ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. അവരാകെ പകച്ചുപോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ അവർ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് അയൽപക്കക്കാരോടൊക്കെ പറഞ്ഞു, ടീച്ചർ പോയി, ടീച്ചറെ ആരോ ക്രൂരമായി കൊന്നിട്ടിരിക്കുന്നു, ടീച്ചറെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. നിലവിളിച്ചുകൊണ്ടാണ് അവർ ഓടുന്നത്. കാരണം അവർക്ക് അതൊന്നും ഫേസ് ചെയ്യാനുള്ള ശേഷിയില്ല. കാര്യം കുറച്ചു മുമ്പ് കണ്ടിട്ട് പോയ അവർ ഇത്ര പെട്ടെന്ന് അവിടെ കിടക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായും ആർക്കും ഉണ്ടാകാവുന്ന ഒരു വിഷമം ഈ വേലക്കാരിക്കുമുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവർ പോയി ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഏലിയാമ്മ ടീച്ചർ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആളുകളെല്ലാം ഓടിക്കൂടി. ആ വീട്ടിലേക്ക് എല്ലാവരും ഓടിക്കൂടിയവരിൽ പലർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. അപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൾക്കാർ ഓടി വന്നു. പോലീസുകാർ അവിടെ SI അടക്കമുള്ള ആളുകൾ നേരെ അവിടേക്ക് വരികയും ചെയ്തു. വന്ന് നോക്കി ക്രൈം സീനൊക്കെ കണ്ടു. ക്രൈം സീനിൽ ശരിയാണ്, ഏലിയാമ്മ ടീച്ചറിൻ്റെ ശരീരത്തിൽ വല്ലാതെ മുറിവേറ്റിട്ടുണ്ട്. 2 കൈത്തണ്ട 2 മുറിവുണ്ട്, കഴുത്തിൽ മുറിവുണ്ട്. ഇതെല്ലാം കണ്ട് കൊലപാതകമാണ് എന്നുറപ്പിച്ചു. അപ്പോഴേക്ക് ഫോറൻസിക് ആൾക്കാരെയും വിളിച്ചു വരുത്തി. അവരെല്ലാവരും എത്തി. അവർ പരിശോധനയൊക്കെ നടത്തി. പരിശോധന നടത്തി മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി നേരെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. അപ്പോൾ ഈ മരണത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഏകദേശം ഉച്ചയോടുകൂടിയാണ്, 2 മണിക്ക് ശേഷമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ആ സമയത്താണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ ബോധ്യപ്പെട്ടു. പിന്നീട് ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വാലും തുമ്പുമില്ല. അടുത്തുള്ള പലരെയും വിളിച്ച് ചോദ്യം ചെയ്തു. ആരെങ്കിലും ശത്രുക്കളുണ്ടോ ടീച്ചർക്ക് എന്നുള്ള കാര്യം ആദ്യം എല്ലാവരോടും ചോദിച്ചു. പക്ഷേ അങ്ങനെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, അതും ഇത്രയും 10-80 വയസ്സിന് മുകളിൽ പ്രായമായ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആരാണ് ടീച്ചറിന് അവിടെ ശത്രുക്കളായിട്ടുണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെയെങ്കിലും ഇല്ല. ഇനി ആരെങ്കിലും ഇവിടേക്ക് വന്നെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതായത് ഈ വീട്ടിലേക്ക് ആരെങ്കിലും ഇവിടേക്ക് വരികയോ മറ്റോ ഉണ്ടായോ, ഇനി അതല്ല പുറത്തു നിന്നുള്ള ആരെങ്കിലും വന്ന് ടീച്ചറെ ഉപദ്രവിച്ച്, അപ്പം നോക്കിക്കഴിയുമ്പോൾ ടീച്ചറുടെ കയ്യിലും കഴുത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ പലതും കാണാനില്ല എന്നുള്ളതായി. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇതൊരു മർഡർ ഫോർ ഗെയിൻ ആണ്, അതായത് മോഷണത്തിന് വേണ്ടി നടത്തിയ ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഏകദേശം 9 പവൻ്റെ ആഭരണങ്ങൾ ടീച്ചറിൻ്റെ ശരീരത്തുണ്ടായിരുന്നു. അതെല്ലാം പക്ഷേ മോഷണം പോയതായി കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ പുറത്തു നിന്നുള്ള ആരോ ഇവിടേക്ക് എത്തി മോഷണത്തിന് വേണ്ടി ടീച്ചറെ കൊലപ്പെടുത്തി ടീച്ചറുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും കവർന്നുകൊണ്ട് പോയി. ഇതാണ് പോലീസ് ആദ്യ പ്രൈം ഓഫീസിൽ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവരെ പലരെയും വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും വലിയ ഫലമൊന്നും കണ്ടില്ല. ആരാണ് വന്നതെന്നോ ഇന്നത്തെ പോലെ CCTVകളൊന്നും അക്കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരവസ്ഥ.
അപ്പോൾ തൊട്ട് അടുത്തായി താമസിക്കാൻ ഫ്രില്ലി ഫ്രാൻസിസ് എന്ന് പറയുന്ന വളരെ ചെറുപ്പമായ 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ നിന്ന് താമസമുണ്ടായിരുന്നു. അപ്പോൾ ഫ്രില്ലി ഫ്രാൻസിസ് മിക്കവാറും ടീച്ചറെ കാണാൻ വീട്ടിലേക്ക് വരുന്ന പതിവുണ്ടായിരുന്നു. ടീച്ചറുമായി കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു പതിവുള്ള ഒരാളാണ് ഫ്രില്ലി ഫ്രാൻസിസ്. ഫ്രില്ലി ഫ്രാൻസിസിന് ടീച്ചറിൻ്റെ വിയോഗം വല്ലാത്തൊരു വിഷമമായി മാറി. അപ്പോൾ ഫ്രില്ലിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രില്ലി അപ്പോൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഫ്രില്ലിയോടും ചോദ്യങ്ങൾ വന്നു. ചോദിച്ചപ്പോൾ ഫ്രില്ലി പറഞ്ഞു, അതെ, എനിക്ക് തോന്നുന്നു ഇവിടെ പതിവില്ലാത്ത വിധം ഒരു നാടോടി സ്ത്രീയെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ നാടോടി സ്ത്രീ ആയിരിക്കാം ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ടീച്ചറിനോട് ചെയ്തിട്ട് പോയത് എന്ന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ആരാണ് ഈ നാടോടി സ്ത്രീ? അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് ഇന്നത്തെ പോലെ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ നാടോടി സ്ത്രീ ആരാണെന്നോ അവരുടെ രൂപം എങ്ങനെ ഇരിക്കുമെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഫ്രില്ലി ഫ്രാൻസിസിനോട് തന്നെ ചോദിച്ചു, അത് എങ്ങനെയാണ് കാര്യങ്ങൾ, ആരാണ് ഈ നാടോടി സ്ത്രീയെ നിങ്ങൾ കണ്ടാൽ ഇനിയും തിരിച്ചറിയുമോ? പോലീസിൻ്റെ സ്ഥിരം ചോദ്യങ്ങളല്ലേ. അപ്പോൾ പറഞ്ഞ് തിരിച്ചറിയാൻ കഴിയും എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അവർ ഏകദേശം എങ്ങനെ ഇരിക്കും, ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാമെന്നതിൻ്റെ ഒരു രേഖാചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഫ്രില്ലി ഫ്രാൻസിസ് വിശദ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ പക്ഷേ ഇങ്ങനെ ഒരാളെ ഒരു രേഖാചിത്രമൊക്കെ വരച്ചെടുക്കുകയൊക്കെ ചെയ്തുവെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച്. കാര്യം അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇവർക്ക് അന്വേഷണത്തിൽ വലിയ സംശയങ്ങൾ തോന്നി. അപ്പോൾ ഈ 9 പവൻ്റെ ആഭരണം എവിടെയെങ്കിലും കൊണ്ട് വിറ്റിട്ടുണ്ടാകാം. അപ്പം മോഷ്ടിച്ച ആൾക്കാർ എന്തായിരുന്നാലും തീർച്ചയായും ഈ ആഭരണങ്ങൾ കൊണ്ട് വിൽക്കുമല്ലോ. അപ്പോൾ പോലീസിന് വല്ലാതെ പുലിവാല് പിടിച്ചൊരു കേസാണ്. കാര്യം ഒരു തെളിവുകൾ പോലുമില്ല, ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ കിട്ടിയ ആകെ ഒരു വിരലടയാളം ഉണ്ടായിരുന്നു. ആ വിരലടയാളം ഈ അടുക്കള ഭാഗത്തെ കതകിൽ സാക്ഷി ഇടാൻ വേണ്ടി ഉപയോഗിച്ച അതിൽ നിന്ന് കിട്ടിയ ഒരു വിരലടയാളം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വിരലടയാളം പിന്നീട് പരിശോധനയ്ക്ക് അയച്ചു. അങ്ങനെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പലരുടെയും വിരലടയാളം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരാളെ അതിനകത്ത് നിന്ന് കിട്ടി. പിന്നീട് അയാളുടെ പിന്നാലെ പോലീസ് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ 9 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയായിരിക്കാം വിറ്റത് എന്നുള്ളത് കാര്യം. അതായത് ഒരാൾ ടീച്ചറെ കൊല്ലുന്നു, ടീച്ചറെ കൊന്നതിന് ശേഷം ടീച്ചറിൻ്റെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം മോഷ്ടിക്കുന്നു. ആഭരണങ്ങൾ മോഷ്ടിച്ച് എവിടെയോ കൊണ്ടുവന്ന് വിറ്റതിന് ശേഷം ഇപ്പോൾ സ്വർണം മാറിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഫ്രില്ലി ഫ്രാൻസിസിൻ്റെ ശരീരത്ത് വല്ലാതെ സ്വർണത്തിൻ്റെയൊക്കെ മാറ്റം കണ്ടു തുടങ്ങി. അപ്പോഴാണ് പോലീസിന് കൂടുതൽ അല്ലെങ്കിൽ അയൽക്കാർക്കൊക്കെ പലർക്കും സംശയം തോന്നി. കാരണം നേരത്തെ ഈ ഒരു നാടോടി സ്ത്രീ വന്നുപോയി എന്ന് പറഞ്ഞ ഫ്രില്ലി ഫ്രാൻസിസിൻ്റെ ആ വാദം മറ്റുള്ളവർക്ക് അത്ര ശരിയായി തോന്നിയില്ല, നാട്ടുകാരിൽ പലർക്കും. കാരണം ആരും അങ്ങനെ ഒരു നാടോടി സ്ത്രീ അവിടെ വന്നതായിട്ടോ വന്നു പോയതായിട്ടോ കണ്ടിട്ടേയില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് ആ നാട്ടുകാർക്ക് ഒരറിവുമില്ലാത്ത സാഹചര്യം. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ഈ കുട്ടി പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന് നേരിയൊരു സംശയം ഇവരോട് ഉണ്ടായിരുന്നു, ഫ്രില്ലിയോട്. അപ്പോൾ അങ്ങനെ നടത്തിയപ്പോഴാണ് ആലപ്പുഴയിലുള്ള ഒരു ജ്വല്ലറി ഷോപ്പിൽ ഇതെല്ലാം കൊണ്ടുവന്ന് വിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് സ്വർണം മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ രീതിയിൽ വിരലടയാളം എല്ലാം കൂടെ മാച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും കുറ്റം ചെയ്തിരിക്കുന്നത് ഫ്രില്ലി ഫ്രാൻസിസ് ആണ് എന്ന രീതിയിലേക്ക് പോലീസിന് നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പിന്നീട് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഇനി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നറിയണം. എന്തായിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം, അതായത് ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ടീച്ചർ അല്പസമയം അടുക്കളപ്പുറത്തെ തിണ്ണയിൽ ഒരു കസേരയിലിരിക്കുന്ന പതിവുണ്ടായിരുന്നു. അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ടീച്ചർ കുറച്ചു നേരം അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ടീച്ചറോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ആ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ടീച്ചറുമായി കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഇത് പതിവാണ് എന്നറിയാവുന്ന ഫ്രില്ലി ഫ്രാൻസിസ് നേരെ വീട്ടിലേക്ക് അവിടെ അടുക്കളപ്പുറത്തേക്ക് ചെല്ലുന്നു. അടുക്കളപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് പതിവ് പോലെ ടീച്ചർ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ടീച്ചറുടെ വളരെ സ്നേഹത്തോടു കൂടി ടീച്ചറെ ഇവിടെ ഇരുന്നാലോ, അകത്ത് പോയിരിക്കുക, ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ ഇരിക്കാതെ എന്ന് പറഞ്ഞ് ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി ടീച്ചറിനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നു. അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അകത്ത് ആ അടുക്കളപ്പുറത്തിൻ്റെ വാതിലിൻ്റെ കുറ്റിയും ഇട്ടിട്ട് അവർ ഒരുമിച്ച് അകത്തേക്ക് കയറുന്നതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന, അത് വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ ഫ്രില്ലി ഫ്രാൻസിസ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ നിന്നാണ്. വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഇതിനകത്തുണ്ടായിരുന്നു. ഒടുവിൽ കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി എടുത്ത് ടീച്ചറിൻ്റെ കണ്ണിലേക്ക് എറിഞ്ഞു. അത്രയും ആരോഗ്യം മോശമായ ഒരു ടീച്ചറിൻ്റെ മുഖത്തേക്ക് മുളക് പൊടി എറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. ഒടുവിൽ ആ ടീച്ചറിനെ മുളക് പൊടി എറിഞ്ഞതിന് ശേഷം പിടിച്ച് തള്ളുകയാണ്. ആ വീഴ്ചയിൽ ഒന്നാമത് അത്രയും പ്രായമുള്ള ടീച്ചർ ഉരുണ്ട് വീഴുമ്പോൾ ഉണ്ടാകാവുന്ന ശാരീരിക അവസ്ഥകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടീച്ചർ കമന്നടിച്ച് വീഴുന്നു. ആ വീഴ്ചയിൽ ടീച്ചറിൻ്റെ വാരിയെല്ലുകൾ പൊട്ടുകയും ചെയ്യുന്നു. അങ്ങനെ വാരിയെല്ല് പൊട്ടി തീർത്തും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കിടന്ന ടീച്ചറിൻ്റെ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അതായത് ഈ ഫ്രില്ലി ഫ്രാൻസിസ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അവിടെ കറിക്കരിയാനും മറ്റും ഉപയോഗിക്കുന്ന കത്തി എടുത്തുകൊണ്ട് തിരിച്ച് ഹാളിലേക്ക് വരുന്നു. അതിനുശേഷം ടീച്ചറിൻ്റെ 2 കൈയിലെയും ഞരമ്പുകൾ മുറിക്കുന്നു. അങ്ങനെ ചോര വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം തിരികെ വന്ന് കഴുത്തിലും ഈ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. അങ്ങനെ 2 കൈത്തണ്ടയിലും കഴുത്തിലും മുറിവേറ്റ ടീച്ചർ അവിടെ കിടന്ന് വേദന കൊണ്ട് പിടയുകയായിരുന്നു.
ആ പിടച്ചിലെല്ലാം കഴിഞ്ഞ് ഏറെ കഴിയുമ്പോഴേക്ക് രക്തമെല്ലാം വാർന്ന് ടീച്ചർ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരിച്ച ടീച്ചറിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 9 പവൻ്റെ ആഭരണങ്ങൾ ഫ്രില്ലി ഫ്രാൻസിസ് കൈവശം വയ്ക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ സ്വർണം കൊണ്ടുപോയി വിൽക്കുകയും അവിടെ നിന്ന് മറ്റൊരു ജുവലറി ഷോപ്പിൽ നിന്ന് സ്വർണ്ണമെല്ലാം തിരികെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഒരു കാര്യം നമ്മൾ ഒരാളെ അമിതമായി വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിച്ച ആൾ തന്നെ നമുക്ക് തിരികെ ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവൻ പോലും കവർന്നെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവില്ലായ്മ വളരെ ദുഃഖത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം. പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇവരെ കണ്ടെത്തുകയും പിന്നീട് ഇതാ ഇപ്പോൾ ഈ ഫ്രില്ലി ഫ്രാൻസിസിന് എതിരായി ഈ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടി കണ്ടിരുന്ന ഒരു യുവതി, ആ യുവതി പിന്നീട് ഈ ടീച്ചറിൻ്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മാറുന്നു. വെറും 9 പവൻ്റെ സ്വർണ്ണാഭരണത്തിന് വേണ്ടി. അത് 2010 പോലെയുള്ള ഒരു കാലത്ത് സ്വർണത്തിൻ്റെ വില എത്രത്തോളം തുച്ഛമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ പോലും ഈ പറയുന്ന ഒരു 9 പവൻ്റെ സ്വർണ്ണാഭരണത്തിന് വേണ്ടി സ്വന്തം അയൽപക്കക്കാരിയായ ഒരു ടീച്ചറിനെ കൊലപ്പെടുത്തുന്നു. ആ കൊലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചെടുക്കുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഫ്രില്ലി ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി വിധേയയാകുകയും ചെയ്യുന്നു. ഇതാണ് മനുഷ്യനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.